ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയല്ലേ അല്ലേ? ഇവിടെ കുഴപ്പമൊന്നുമില്ലേ? ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളെല്ലാം ഏട്ടൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിന്. അതെല്ലാം ഞാനിതാ ഓരോ ഭാഗങ്ങളായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. മുട്ട എന്തായാലും എനിക്ക് ഇവിടെ വേണേ, കാരണം പെട്ടെന്നെല്ലാം ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഓടേണ്ടി വരും പീടികയിലേക്ക്. അതുകൊണ്ട് ഞാൻ എപ്പോഴും മുട്ട കുറച്ചധികം വാങ്ങി വെക്കാൻ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണമെന്ന് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ വൈകുന്നേരത്തെ പണികളെല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. മക്കൾക്ക് വേണ്ട കുറച്ച് സ്നാക്സും അതും ഇതെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഓരോ ഭാഗത്തേക്ക് വെക്കുന്നുണ്ട്. ചായയുടെ വെള്ളം വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദേവൂട്ടനെ വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളെ ചക്കി ഏട്ടനാണ് കേട്ടോ ദേവൂട്ടനെ കൂട്ടാൻ പോയിന്. ഏട്ടൻ ഇന്ന് ഓഫാണ്, അതുകൊണ്ട് പോയിട്ടില്ല. അപ്പോൾ അച്ഛനും മോനും ഇതാ വരുന്നുണ്ട്. അപ്പം നമ്മളെ ചക്കി എപ്പോഴും ദേവൂട്ടനെ കാത്തിട്ട് ഇവിടെ നിൽക്കുക. രാവിലെ പോകുമ്പോഴാണെങ്കിൽ വയ്യെ തന്നെ വരും. എന്നിട്ട് റോഡിൻ്റെ അടുത്ത് വന്നിട്ട് ഞാനും ചക്കി മാത്രം ഇങ്ങോട്ടേക്ക് വരും. ദേവൂട്ടനെ വണ്ടി കയറ്റി വിട്ടിട്ട് അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഈ ഒരു കാഴ്ച ഇവിടെ കാണാം കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ മേലെ കയറി നിന്നിട്ട് നമ്മളെ സ്ലാബിൻ്റെ മേലെ കയറി നിന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കും ദേവൂട്ടൻ വരുന്നത്. തേജുവിനൊന്നും അത്ര വലിയ കാര്യമല്ല, മൂത്താളൊന്നും അത്ര വലിയ കാര്യമല്ല. ദേവൂട്ടനെ ഭയങ്കര കാര്യമാണ് കേട്ടോ ചക്കിക്ക്. അപ്പം ചായൻ്റെ വെള്ളം അപ്പോഴത്തേക്ക് തിളച്ചിട്ടുണ്ട്. ആ മക്കൾക്കും ഏട്ടനെല്ലാം ചായനെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം വൈകുന്നേരം നമുക്കിവിടെ കട്ടൻ ചായ നിർബന്ധമാണ്. പാൽ ചായ രാവിലെ ഒരു നേരം മാത്രമാണ്. അപ്പം അതൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മക്കളെ ബർത്ത്ഡേക്ക് മറ്റേ ഫോട്ടോ പ്രിൻറ്റ് വെച്ചിട്ട് ചെയ്തതാണ്. നമ്മളെ ഫാമിലി ഫോട്ടോയും ഉണ്ട്, എൻ്റെ തേജുവിൻ്റെ പഴയ കുഞ്ഞിലുള്ള ഫോട്ടോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനിടെ ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് ബേക്കറി സ്നാക്കാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായത്. പിന്നെ എല്ലാവരും ചായ കുടിക്കുമ്പോൾ എനിക്കും കൊതിയാവുമല്ലോ, അതുകൊണ്ട് ഞാൻ ചായയെല്ലാം ഒഴിവാക്കിയിട്ട് കുറേ ആയി. അതുകൊണ്ട് ഞാൻ എന്താ കുടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളത്തിൽ നമ്മളെ ചിയാ സീഡ് ഇട്ടിട്ട് അതാണ് കേട്ടോ എൻ്റെ വൈകുന്നേരത്തെ ഡ്രിങ്ക്. ഞാൻ നോർമലി ചായ ഇപ്പം കുറേ ആയി ഒഴിവാക്കിയിട്ട്, ഒരു 6 മാസത്തോളമായി യൂസ് ചെയ്യുന്നതെല്ലാം ഒഴിവാക്കിയിട്ട്, കാരണം ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് അതെല്ലാം ഞാൻ അങ്ങ് നിർത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ മക്കളെല്ലാം അവിടുന്ന് കളിക്കുന്നുണ്ട്, തേജ് ചായ കുടിക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ഇവർക്കെല്ലാം കുളിക്കണമല്ലോ, എല്ലാവർക്കും ചൂടുവെള്ളം നിർബന്ധമാണ്. നമ്മൾ പിന്നെ ഏത് ഇതിലും പച്ചവെള്ളം അതേ എനിക്ക് വേണ്ടു. ചൂടുവെള്ളത്തിൽ ഞാൻ വല്ലപ്പോഴും കയ്യാണ്ടെടുക്കുമ്പോൾ മാത്രമേ ഞാൻ ചൂടുവെള്ളത്തിൽ കുളിക്കും കേട്ടോ. അപ്പം ഇതാ നാളത്തേക്കുള്ള പിന്നെ വെള്ളമാണ് കേട്ടോ കോരി വെക്കുന്നത്. നമ്മൾ വെക്കേണ്ട വെള്ളം കിണറിൽ നിന്ന് മാത്രമേ എടുക്കും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കിണറിലെ വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുക വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം വൈകുന്നേരം തന്നെയാണ് കേട്ടോ ഇതെല്ലാം സെറ്റാക്കി വെക്കുക. നാളത്തേക്കുള്ള പരിപാടികളും എല്ലാം ചോറിൻ്റെ വെള്ളം എല്ലാം എടുക്കണമല്ലോ, അതുകൊണ്ട് അതെല്ലാം സെറ്റാക്കി വെക്കും. കാരണം ഈ രാവിലെ തന്നെ 5 മണിക്കും 6 മണിക്കെല്ലാം ഞാൻ എണീക്കുന്നതല്ല. അന്നേരം പിന്നെ എനിക്ക് ഇതെല്ലാം തുറന്നിട്ട് വെള്ളം വലിക്കാൻ പേടിയാണ്. അപ്പോൾ അവരൊക്കെ അത് കഴിക്കുമ്പോൾ ഞാനൊരു പ്ലം കഴിച്ചേട്ടാ. പിന്നെ ഏട്ടനും ഞാനും ദേവൂട്ടനെല്ലാം ചായ കുടിക്കുന്നുണ്ട്. തേജ് ചായ കുടിച്ചിട്ട് ട്യൂഷന് പോയി കേട്ടോ. അപ്പോൾ ഓനൊരു സന്ധ്യ ആകുമ്പോൾ വരുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ വർത്തമാനങ്ങളെല്ലാം പറഞ്ഞിട്ട് ചായ കുടി നടക്കുന്നുണ്ട്. വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം കുളിച്ചിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാൻ കഴിയില്ല, കാരണം ഒരുപാട് പണികൾ ഉണ്ടാവും വൈകുന്നേരം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാ വെയിൽ കാര്യമായിട്ടൊന്നുമില്ല, ഒരുപാട് നനഞ്ഞ തുണികളുണ്ട് കേട്ടോ, ഉണങ്ങാത്ത തുണികൾ. അപ്പോൾ അതെല്ലാം ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് അപ്പുറത്തെ ചുമലിലും ഇപ്പുറത്തെ ചുമലിലും എന്ന് പറഞ്ഞ പോലെ എടുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ മേലെ ഉണങ്ങാത്തതെല്ലാം കൊണ്ടാറിയിട്ടു. പിന്നെ നമ്മളെ ഉച്ചക്കത്തെ കറി ഒരു സാമ്പാറും ഒരു ക്യാബേജ് വറവാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ വേഗം ഓരോ പാത്രങ്ങളിലേക്ക് ആക്കി മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം ഇനിയിപ്പോൾ രാത്രി ചോറ് തിന്നുമ്പോഴത്തേക്ക് പിന്നെ അത് മോശമായി പോകും, ചൂടാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ അതെല്ലാം അങ്ങനെ ഓരോ ഭാഗത്തേക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ അടുക്കളയെല്ലാം ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യലാക്കാമെന്ന് പറഞ്ഞിട്ട്, സ്പെഷ്യലൊന്നുമില്ല, മീൻ തന്നെയാണ്. അപ്പോൾ ഏട്ടൻ അത് പറഞ്ഞിട്ട് മീനും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് വേഗം മീൻ കിട്ടി, അല്ലെങ്കിൽ പിന്നെ 7-8 മണിയാവും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേണം കൊണ്ടുവരാൻ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മീൻ വേഗം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുളിയെല്ലാം കഴിഞ്ഞു, വിളക്ക് വെക്കുന്നുണ്ട്. ലക്ഷ്മി വിളക്ക് വെച്ചിട്ടുണ്ട്, താഴെ നിലവിളക്കും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നിലവിളക്ക് എടുത്തിട്ട് പുറത്ത് കൊണ്ടേക്കും, ചേതിക്ക് കൊണ്ടേക്കും കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം. അതാ ഞാൻ ഭസ്മവും കൂടി തൊടുന്നുണ്ട്. അപ്പോൾ ഭസ്മം വിളക്ക് വെച്ച് കഴിഞ്ഞാൽ തൊട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ നമ്മളെ മീൻ കറി വെക്കുന്നത് ഏട്ടനാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പച്ചമുളകെല്ലാം ചതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയെല്ലാം പിന്നെ പെരക്കി മീനിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ നമ്മളിതില്ലേ കുടംപുളി അതും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ തേജു ഇതാ ട്യൂഷനും കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം ഞാൻ നല്ല ഫ്രീ ആണ്, നല്ല അടിപൊളിയായിട്ട് എനിക്ക് എന്താ പറയുക ഇരിക്കാം. മറ്റു വൈകുന്നേരങ്ങളിൽ ഞാനിങ്ങനെ അടുക്കളയിൽ നിന്ന് പടപടാ പെടക്കണം. അപ്പോൾ മീൻ പൊരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനൊരു സ്പെഷ്യൽ രീതിയിലാണ്. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പെല്ലാം പെരക്കിയതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചതുക്കി വെച്ചിട്ടുണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും അതെല്ലാം കൂടി. അപ്പോൾ അതൊരു ലേശം ഇതിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യും കേട്ടോ. എന്നിട്ടാണ് കേട്ടോ പൊരിക്കുക. നമ്മൾ നോർമൽ പൊരിക്കുന്ന രീതിയിലല്ല ഏട്ടൻ പൊരിക്കൽ, ഞാൻ നോർമൽ പൊരിക്കുന്ന രീതിയിലല്ല പൊരിക്കുക. പിന്നെ ഇതാ ഇതിൻ്റെ സീക്രറ്റ് എന്ന് പറഞ്ഞത് ഇതാണേ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഈ കറി വെച്ചിട്ട്. വായിൽ വെള്ളം വരുന്നു.
പിന്നെ ഇതാ പുളിവെള്ളം ഇങ്ങനെ അതിലേക്ക് ഒഴിക്കും കേട്ടോ. ഈ മീൻ കല്ലിൽ വെച്ചിട്ടാകുമ്പോൾ പുളിവെള്ളം നല്ല അടിപൊളിയിൽ എല്ലാ ഭാഗത്തേക്കും ആക്കും. ഇതിൻ്റെ ടേസ്റ്റ് ഇതിലാണ്. ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് വേണം ഈ മീൻ ഇങ്ങനെ വേവാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളിയായിട്ട് അത് അവിടെ നിന്ന് വേവുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഉലുവയും ജീരകവും കടുവും ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ ഉള്ളിയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതിലേക്ക് കുറച്ച് നമ്മളെ മീനിലേക്ക് ഇപ്പുറത്തേക്കും എല്ലാം കുറച്ച് കറിവേപ്പിലയിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ടാകുമ്പം അതൊന്ന് ആ പുളിവെള്ളമൊന്ന് വറ്റി വരുമ്പോഴാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ നമ്മളെ പൊരിച്ചതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ സീക്രട്ട്. എന്നിട്ട് ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ടിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒരു തക്കാളി കറി വെച്ച് കഴിഞ്ഞാൽ വരെ ഇവർ വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ കണ്ണൂർ ഭാഷയാണ് ഇവർ എന്നെല്ലാം പറയുന്നത്. അപ്പം ഇതാ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്ത് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏട്ടൻ കറി വെച്ച് കഴിഞ്ഞാൽ. നല്ല ബീഫെല്ലാം നല്ല അടിപൊളിയായിട്ട് വരട്ടി വെച്ചോളും. അപ്പം അതിങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മളെ ആ ഒരു ചതുക്കി വെച്ച മിക്സ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇതാ നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിതാ പെരക്കി വെച്ച മീൻ എല്ലാം കൂടി അതിലേക്ക് തട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി തട്ടിയിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം നമ്മളെ ഉള്ളിയും തക്കാളിയും ഈ മസാലകളും എല്ലാം കൂടി നമ്മളെ മീനിലേക്ക് നല്ലോണം പിടിപ്പിച്ച് വെക്കുന്നുണ്ട്. നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മിക്സാക്കിയിട്ട് ഒരു അടിപൊളി കറിയായിരുന്നു കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇതാ നമ്മളെ നേരത്തെ പുതിർത്ത് വെച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ കുടംപുളി ഉണ്ടല്ലോ. അപ്പോൾ അത് വെള്ളം അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുടംപുളിയോടെ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മീൻ കറികൾ ഏട്ടൻ വെക്കുമ്പോൾ മാത്രമേ നമ്മളിവിടെ കുടംപുളി ഉപയോഗിക്കലുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാനിപ്പോൾ നമ്മളെ വാളംപുളി മാത്രമേ ഇങ്ങേ ഭാഗത്ത് നമ്മുടെ കണ്ണൂർ എല്ലായിടത്തും ഉണ്ടോയെന്നറിയില്ല, ഒരുവിധം ഏരിയകളിലൊക്കെ നമ്മളെ ഈ വാളംപുളി തന്നെയാണ് കേട്ടോ ഉപയോഗിക്കൽ. കുടംപുളി അങ്ങനെ യൂസ് ചെയ്യൽ കാണുന്നില്ല, ഹോട്ടലിലെല്ലാം ഉപയോഗിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ദേവൂട്ടിന് ഇതാ നമ്മൾ ഓരോ ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇതാ നമ്മൾ ഓരോ പണികളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മീനിതാ പിന്നെ മറച്ചിട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മുടെ കറിയെല്ലാം സെറ്റായിട്ടുണ്ട്. ലാസ്റ്റിൽ കുറച്ച് അതിൻ്റെ മൂടിയിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി കറി അതിനെ ഇതാ പൊറോട്ട വാങ്ങിയിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഒരു മീൻ കഷ്ണവും കറിയും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടിപൊളി. അപ്പോൾ ഞാൻ തേജുവിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ തന്നെ നമ്മളെ പൊരിച്ചതിൻ്റെ ഒരു പീസും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. സെറ്റ് അടിപൊളി. നമ്മൾ പിന്നെ എന്താ പറയുക, ഡയറ്റ് പ്രമാണിച്ചിട്ട് ഇതൊന്നും നമുക്ക് പറ്റൂല. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. തേജു ഇതാ കഴിക്കുന്നുണ്ട്, ദേവൂട്ടൻ കഴിക്കാനുള്ള പുറപ്പാടിലുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്നാലും ടേസ്റ്റ് അറിയണ്ടേ. അപ്പോൾ ഞാൻ ഒരു മീൻ എടുത്തിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ചൂടോടെ തന്നെ അടിപൊളി ടേസ്റ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ഇതാ കറിയിലൊരു കഷ്ണം കൂടി ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇതെല്ലാമാണ്. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.